ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF അംഗങ്ങൾക്ക് മല്ലപ്പള്ളിയിൽ സ്വീകരണം നൽകി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK സുഭാഷിന്റെ നേതൃത്വത്തിലാണ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകിയത്. ത്രിതല പഞ്ചായത്തിൽ ഭരണസാരഥ്യം ഏറ്റെടുത്ത ജനപ്രതിനിധികൾക്ക് മല്ലപ്പള്ളിയിൽ സ്വീകരണം നൽകി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK സുഭാഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം DCC ജനറൽ സെക്രട്ടറി കോശി P. സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എബി മേക്കിരിഞ്ഞാട്ട്, ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ ബിജു ടി ജോർജ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG സാബു, വൈസ് പ്രസിഡന്റ് സിന്ധു സുഭാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ AD ജോൺ, കൃഷ്ണൻകുട്ടി മുള്ളംകുഴി, മധു ചെമ്പുകുഴി, സാജൻ പ്ലാവുകൽ, അനു എബി വർഗീസ് ചെറിയാൻ, സോഫി ജോജോ, ജീന K. ചാക്കോ, അനിത P. മാത്യു, ഷൈനി ഫിലിപ്പ്, റെജി പണിക്കമുറി, അനിൽ നെയ്തേരിൽ, റെജി തേക്കുങ്കൽ, മിഥുൻ K. ദാസ്, അനീഷ് K. മാത്യു, മുന്ന വസിഷ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. വളരെ ഭംഗിയായ രീതിയിൽ ചിട്ടയോടുകൂടി നമ്മുടെ വിജയം ആഘോഷിച്ച് ഈ മല്ലപ്പള്ളിക്ക് കിട്ടിയ പിന്തുണയ്ക്ക് മല്ലപ്പള്ളി നിവാസികളോട്, ജനാധിപത്യ വിശ്വാസികളോട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഡോക്ടർ ബിജു ടി ജോർജ്, എബി മേക്കിരിഞ്ഞാട്, AD ജോൺ, മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് KG സാബു അവർകൾ, ഘടകകക്ഷികളുടെ നേതാക്കന്മാരായ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന സാജൻ റാവുങ്കൽ, RSPയുടെ, അതുപോലെ ജനതാദളിൻ്റെ മധു ചെമ്പൂരി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഞാൻ ഒറ്റവാക്കി സ്വാഗതം പറയുന്നു. ജില്ലാ പഞ്ചായത്ത് മല്ലപ്പള്ളി ഇതംപ്രദമായിട്ട് വിജയിച്ചത് ഈ നാടിൻ്റെ വിജയമായിട്ട് കാണുകയാണ്. മുഴുവൻ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഘടകകക്ഷികളുടെയും പ്രവർത്തകർ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ ജില്ലാ പഞ്ചായത്തിൻ്റെ മല്ലപ്പള്ളി ഡിവിഷൻ നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞു. അത് വ്യക്തി എന്നതിൽ ഉപരി ഇത് പൊതുവായി നമ്മുടെ മുഴുവൻ UDF പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വിജയമായിട്ട് കാണുകയാണ്. ഇത് തുടക്കം മാത്രമാണ്. അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ബഹുഭൂരിപക്ഷം സീറ്റുകളും നേടിക്കൊണ്ട് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് നമ്മൾ കൂടുതൽ ആഹ്ലാദിക്കുകയല്ല ചെയ്യുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആത്മാർത്ഥമായി ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ രാജ്യത്തിന്റെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത്തായ ഈ പ്രസ്ഥാനം ഇവിടെ നിലനിന്നെങ്കിൽ മാത്രമേ ഇവിടെ ജനാധിപത്യം നിലനിൽക്കുകയുള്ളെന്നും ഇവിടുത്തെ പൗര സ്വാതന്ത്ര്യം നിലനിൽക്കുകയുള്ളെന്നും ഇവിടെ ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയുവാൻ, വിമർശിക്കുവാൻ ഒക്കെ തന്നെ കഴിയുകയുള്ളൂ എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവൃത്തികൾ അത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കള്ള പ്രചരണങ്ങളൊക്കെ തന്നെ ജനങ്ങൾ തട്ടിമാറ്റിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളുടെ വിജയമാണ്. ആ ജനങ്ങളുടെ വിജയം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കും എന്ന് ഞാൻ ഉറപ്പു നൽകിക്കൊണ്ട് ഇവിടെ ഈ നൽകിയ സ്വീകരണത്തിന് എല്ലാവിധമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു.